കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു വൻപയർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച ഒരു ഗ്ലാസ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പകുതി വെള്ളരിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുക്കറിലേക്ക് നമുക്കിത് രണ്ടും ചേർത്ത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് കത്തിച്ചിട്ട് 6-7 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂണോളം ജീരകം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. 7 വിസിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നത് അത് ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചതുണ്ട്. അത് ഞാനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നമ്മൾ തിളപ്പിച്ച് വെച്ച കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൻപയർ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി വളരെ ടേസ്റ്റാണ്. നമുക്ക് ചോറിന് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റ് ആണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.